നിങ്ങളിവിടെ എന്താ ചെയ്യുന്നേ? കുറേ നേരം ആയല്ലോ. ഇത് പാർക്കല്ലേ? ഇവിടെ ആർക്കും വരാമല്ലോ. അതിന് നിങ്ങൾക്കെന്താ? ഓഹോ, അപ്പോൾ അങ്ങനെയാണ്. ഡോ, താൻ കളിക്കണ്ട. ഞാൻ വനിതാ ഷാഡോ പോലീസാണ്. ഇതാ എൻ്റെ ID കാർഡ്. അവൻ ആ ID കാർഡ് കണ്ടപ്പോൾ ഒന്ന് പരുങ്ങി. ഇനി പറ, എന്താ പരിപാടി? ഒന്നുമില്ല സർ, ഞങ്ങളൊന്ന് കറങ്ങാൻ വന്നതാണ്. അത്രേ ഉള്ളോ? പിന്നെ നീ എന്തിനാ ഈ പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചത്? അവൻ നിന്ന് ഒന്ന് പരുങ്ങി. എന്നിട്ട് പറഞ്ഞു, സർ, ഞങ്ങൾ ലവേഴ്സാണ്. ഡാ, ലവേഴ്സ്? നിന്റെ കൂടെ ഇന്നലെ കണ്ട പെൺകുട്ടിയോ? അവളും നിന്റെ ലവറാണോടോ? അത് പിന്നെ സാർ. മിണ്ടിപ്പോകരുത് താൻ. എന്താ മോളെ നിന്റെ പേര്? അവൾ പേടിയോടെ പറഞ്ഞു. സൗമ്യ. നിനക്കിവനെ എത്ര വർഷത്തെ പരിചയമുണ്ട്? 2 മാസം. എന്നിട്ടാണോ താൻ കെട്ടിപ്പിടിക്കാൻ നിന്നുകൊടുത്തത്? അവൾ പേടിയോടെ നിന്ന് കരയാൻ തുടങ്ങി. സർ, ഞാൻ. മോള് പേടിക്കണ്ട. ഡാ, തൻ്റെ ബാഗ് ഇങ്ങ് തന്നേ. ബാഗ് എന്ന് ചോദിച്ചതും അവൻ ഓടിയതും ഒരുമിച്ചായിരുന്നു. വനിത തൊട്ടപ്പുറത്തുള്ള ഒരു കമ്പെടുത്ത് അവൻ്റെ കാൽ ലക്ഷ്യമാക്കി എറിഞ്ഞു. കമ്പ് കാലിൽ കൊണ്ടതും അവൻ അവിടെ വീണു. അവനെ അവിടെ നിന്ന് എടുത്തു പൊക്കി മുഖത്ത് നോക്കി ഒരടി വെച്ചു കൊടുത്തു. ബാഗ് പരിശോധിച്ച് നോക്കി. അവനാൾ മോശക്കാരനായിരുന്നില്ല. ബാഗിൽ 3 മൊബൈൽ ഫോണും കഞ്ചാവിൻ്റെ ചെറിയ പാക്കറ്റുകളും. വനിതയുടെ കണ്ണുകൾ ചുവന്നു. അവളിലെ പോലീസുകാരി ഉണർന്നു. ഡാ, നിന്നെ ഞാൻ. അവനെ പിടിച്ചടുത്തുള്ള തൻ്റെ കാറിൽ കയറ്റി. ഡീ, ഇങ്ങോട്ട് കയറാൻ നോക്ക്. ഇനി തന്നോട് വേറെ പറയണോ? സൗമ്യ പേടിയോടെ കാറിൽ കയറി. പാർക്കിൻ്റെ ആരുമില്ലാത്ത സ്ഥലം ആയതുകൊണ്ട് ഈ സീൻ ആരും കണ്ടില്ല എന്ന് മനസ്സിലാക്കി കാർ വളരെ വേഗത്തിൽ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി കുതിച്ചു. സാർ, ഇവരെ പാർക്കിൽ നിന്നും പൊക്കിയതാണ്. ഇമ്മോറൽ ട്രാഫിക്. CI ജയൻ ഒന്ന് രൂക്ഷമായി 2 പേരെയും നോക്കി. സർ, അവന് കഞ്ചാവിൻ്റെ പണിയുണ്ട്. ഡാ, ഇങ്ങോട്ട് മാറി നിൽക്ക്. നമുക്ക് കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. ഇനി തനിക്കും ഉണ്ടോടി കഞ്ചാവിൻ്റെ ബിസിനസ്? വേണ്ട സർ, അവളെ ഞാൻ നോക്കിക്കോളാം, അനിത പറഞ്ഞു. ഇവനെ നോക്കിയാൽ മതി. ഇവൻ്റെ കാര്യം ഞാൻ ഇന്ന് ശരിപ്പെടുത്തും. അനിത, നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എഴുതി വാങ്ങിക്ക്. എന്നിട്ട് താൻ പോകുന്ന വഴി ഒന്ന് വീട്ടിലാക്കിക്കോ. എന്നാൽ ശരി സാർ. വിനീത, നിന്റെ അഡ്രസ്സ് പറഞ്ഞു. ഇവിടെ എഴുതി വെക്കാനാണ്. അവൾ അഡ്രസ്സ് എഴുതി വാങ്ങി. പോകുന്ന വഴിയിൽ വിനീത പറഞ്ഞു, മോളെ, ഞാനപ്പോൾ മോളോട് ചൂടായതൊന്നും നോക്കണ്ടാട്ടോ. പോലീസായി പോയില്ലേ. പിന്നെ അവൻ്റെ കാര്യം ഞാൻ 2 ദിവസമായി ഫോളോ ചെയ്യുകയായിരുന്നു. ഇന്നാണ് കയ്യിൽ കിട്ടിയത്. 2-3 പെൺകുട്ടികളെ അവൻ്റെ കൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ പെൺകുട്ടികളെ ഞാൻ അന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തു. അവർ നിന്നെപ്പോലെ പാവങ്ങളായിരുന്നു. അവരോട് പറഞ്ഞതുപോലെ ഞാൻ നിന്നോട് ഒന്നുകൂടി പറയാം. പൊതുവെ ഇങ്ങനെയുള്ള ആൺകുട്ടികൾ പെൺകുട്ടികളെ പ്രേമം നടിച്ച് വശത്താക്കുന്നത് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. ക്യാഷിനു വേണ്ടിയും ശരീരത്തിന് വേണ്ടിയും മാത്രമാണ്. പക്ഷേ പെൺകുട്ടികൾ ഈ ചതി അവസാനമാണ് അറിയുക. അപ്പോഴേക്കും അവർക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പിന്നെ മരണം മാത്രമായിരിക്കും അവരുടെ മുൻപിലുള്ള ഏക വഴി. നീ പത്രത്തിൽ വായിച്ചിട്ടില്ലേ? ദുരൂഹ സാഹചര്യത്തിൽ പെൺകുട്ടി ജീവനൊടുക്കി എന്നൊക്കെ. ഇതിൻ്റെയൊക്കെ അന്വേഷണത്തിന് ഞാനും ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. എല്ലാ അവസാനം ഇങ്ങനെയുള്ള കേസിലായിരിക്കും ചെന്നവസാനിക്കുക. പെൺകുട്ടികൾക്കൊരു പ്രശ്നമുണ്ട്. ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ആത്മാർത്ഥമായി പ്രണയിക്കും. പിന്നെ അവർക്ക് വേറെ ലോകം ഉണ്ടായിരിക്കില്ല. അവൻ്റെ മുന്നിൽ എല്ലാം സമർപ്പിക്കും. അവസാനം അവനൊരു ഫ്രോഡായിരുന്നുവെന്ന് മനസ്സിലാകുമ്പോൾ അവൾ സ്വാഭാവികമായും തകർന്നു പോകും. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. പക്ഷെ ഞാൻ പഠിച്ച ഒട്ടുമിക്ക കേസുകളും അങ്ങനെയാണ്. പിന്നെ മോളെ, ഈ പ്രണയം എന്ന് പറയുന്നത് 2 ശരീരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴല്ല യാഥാർത്ഥ്യമാകുന്നത്. 2 ഹൃദയങ്ങൾ തമ്മിലാണ്. അവിടെ സ്പർശനങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാകാറില്ല. അങ്ങനെയുള്ള പ്രണയങ്ങൾ മാത്രമേ വിജയിക്കൂ. മോളിപ്പോൾ പഠിക്കുന്ന പ്രായമാണ്. ഇപ്പോൾ പഠിത്തം മാത്രം ശ്രദ്ധിക്കുക. നല്ല മാർക്കും അതുപോലെ ഒരു നല്ല ജോലിയും സമ്പാദിച്ചു വേണം ഈ സമൂഹത്തിന് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. അതാണ് ഓരോ വ്യക്തിയുടെയും കടമ. അങ്ങനെയാകുമ്പോൾ സമൂഹം നമ്മുടെ കൂടെ ഉണ്ടാകും. ഇത് നിന്നെപ്പോലെയുള്ള ഓരോ പെൺകുട്ടികളും തീരുമാനിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകില്ല. ഇതെല്ലാം അവൾ ഒരു മരവിപ്പോടെ കേട്ടു. മോളുടെ വീട് ഇവിടെയാണെന്നല്ലേ പറഞ്ഞത്? ഏതായാലും വീട് വരെ ഞാനും വരാം. അവർ വീടിൻ്റെ മുന്നിൽ നിന്ന് കോളിംഗ് ബെൽ അടിച്ചു. വാതിൽ തുറന്നില്ല. അവൾ വീടിൻ്റെ വാതിൽ മുട്ടി. അമ്മേ, നീട്ടി വിളിച്ചാണ്. വിളിയിൽ അല്പം പേടിയും കൂടി ഉണ്ടായിരുന്നു. എന്താടി രാവിലെ കിടന്ന് അലർന്നത്? രാത്രി കുറേ നേരം ഫോൺ നോക്കി കിടക്കും. പിന്നെ എങ്ങനാ? വേഗം എണീറ്റോ. നീയല്ലേ പറഞ്ഞത് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, നേരത്തെ പോകണമെന്ന്? അമ്മേ, പോലീസ് മാഡം. എന്താ പെണ്ണെ ഉറക്കത്തിൽ പിച്ചും പേയും പറയുന്നത്? പോലീസല്ല, പട്ടാളം. ഒന്ന് എണീറ്റ് വന്നേ. ഇനിയും കിടന്നാൽ അച്ഛൻ വരും കേട്ടോ. ശരിയമ്മേ. അയ്യോ, ഇതെല്ലാം സ്വപ്നമായിരുന്നോ? അവൾക്ക് വിശ്വാസം വന്നിരുന്നില്ല. വേഗം ഫോൺ എടുത്ത് നോക്കി. അതിൽ അഖിലിൻ്റെ മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. മോളുസേ, ഇന്നത്തെ ദിവസം നമുക്ക് പൊളിക്കണം. വേഗം വരണം, ഞാൻ കാത്തിരിക്കും.
അവൾ ആ മെസ്സേജ് കണ്ടപ്പോൾ സ്വപ്നത്തിൽ നടന്ന കാര്യങ്ങൾ ഓർമ്മയിൽ വന്നു. ഇല്ല, ഞാൻ ആരുടെയും ചതിക്കുഴിയിൽ വീഴേണ്ട ആളല്ല. സ്വപ്നത്തിലാണെങ്കിലും അവൾക്ക് വിലപ്പെട്ട സന്ദേശം നൽകിയ അനിത മേഡത്തിന് അവൾ നന്ദി പറഞ്ഞു. പിന്നെ മൊബൈൽ ഫോണിൽ അഖിലിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു. ഇനി വേണ്ട ഒന്നും. പിന്നെ അവൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി. പിന്നെ അവൾ നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെ അച്ഛനും അമ്മയും നല്ല തമാശയിലായിരുന്നു. ദേ മനുഷ്യ, പെണ്ണിപ്പം ഇങ്ങോട്ട് വരും കേട്ടോ, നിങ്ങളുടെ ഒരു കെട്ടിപ്പിടുത്തം, അവൾ മനസ്സിൽ പറഞ്ഞു. ഇതാണ് കളങ്കമില്ലാത്ത പ്രണയം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.